ഫസ്റ്റ് നമ്മൾ NCBI പോവുക. NCBI ജെൻ ബാങ്കിൽ പോവുക. ജെൻ ബാങ്കിൽ പോയി കഴിഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ സീക്വൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ സീക്വൻസ് ഇപ്പോൾ ഒരു ഫൈബ്രോയിൻ, അതൊരു പ്രോട്ടീനാണ്. ഫൈബ്രോയിൻ എന്ന പ്രോട്ടീൻ്റെ സീക്വൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് ഏതെങ്കിലും ബോംബിക്സ് മോറി ഉണ്ടോ, ബോംബിക്സ് മോറിയുടെ അതിൽ ഫാസ്റ്റാ സീക്വൻസ് കിടപ്പുണ്ട്. ഈ ഫാസ്റ്റാ സീക്വൻസ് ഒന്ന് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റാ സീക്വൻസ് കിട്ടും. അപ്പോൾ ഈ ഫാസ്റ്റാ സീക്വൻസ് ആണ് ഫാസ്റ്റാ സീക്വൻസ് ഉണ്ടോ, ബോംബിക്സ് മോറി എന്ന് പറഞ്ഞതിൻ്റെ ഫാസ്റ്റാ സീക്വൻസ് അത് കോപ്പി ചെയ്യുക എന്നുള്ളത്. നേരെ അത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കോപ്പി കൊടുക്കുക. അതിനുശേഷം പ്രോട്ട് സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പ്രോട്ട് സ്കെയിൽ എക്സ്പാസി. അത് ആ ഒരു സൈഡിലോട്ട് പോവാം. എക്സ്പാക്സി പ്രോട്ട് സ്കെയിൽ ഉണ്ടോ, ഇത് വരിക. ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും താഴത്തെ അമിനോ ആസിഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിലുള്ള അതിൻ്റെ അമിനോ ആസിഡ് ഏതൊക്കെയാണെന്ന് ഇവിടെ താഴെ വന്നിട്ടുണ്ടാവും. ഉണ്ടോ, നിങ്ങൾക്ക് ചെയ്തു വെക്കേണ്ടത് ഈ ഒരു പോർഷൻ ഇതും കൂടിയും കൊണ്ട് നിങ്ങൾ പ്രിന്റ് എടുക്കുക. അത് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണെന്ന്. അതൊന്ന് ആദ്യം തന്നെ പേജ് ഒന്ന് മിനിമൈസ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ഒന്ന് മിനിമൈസ് ചെയ്ത് ഇത് കിട്ടും. എന്നിട്ട് ഇത്രയും ഭാഗം വെച്ച് നിങ്ങൾ ഒരു സ്നിപ്പിംഗ് ടൂൾ വെച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഉണ്ടോ, ഇത്ര ഏരിയയാണ് നിങ്ങൾ റെക്കോർഡിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കോമ്പോസിഷൻ കാണിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്കും എഴുതി വെക്കേണ്ടത്. ഇപ്പോൾ ALA എന്ന് പറഞ്ഞാൽ അലനൈൻ 8.3 യൂണിറ്റ്സ് ഉണ്ട്. ഗ്ലൂട്ടാമൈൻ, മെത്തിയോണൈൻ, ടൈറോസിൻ, അതിൻ്റെ ഓരോന്നിൻ്റെ യൂണിറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇത് മൊത്തം അമിനോ ആസിഡിന്റെ പേര് നിങ്ങൾ എഴുതി വേണം. അപ്പം ലൈസിൻ, ട്രിപ്റ്റോഫാൻ, ലൂസിൻ, സിസ്റ്റീൻ, ഇങ്ങനെ സീറിൻ, പ്രോലൈൻ, സ്റ്റിരിൻ, ഓരോ അമിനോ ആസിഡിന്റെ നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ ഈ ഒരു കോമ്പോസിഷൻ, ഇതാണ് അമിനോ ആസിഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്, അത് നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുക. അപ്പം റെക്കോർഡിലോട്ട് എഴുതേണ്ടത് ഇതും വേണം, ഈ ഒരു ഗ്രാഫും വേണം. ഇത്രയും അതിനകത്ത് ചെയ്യാനുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ കറക്റ്റ് പ്രൊസീജിയർ പോയാൽ 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന. എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാനുള്ളതാണ്.